അങ്ങനെ ആക്സിഡന്റ് കഴിഞ്ഞ് 10 ദിവസത്തിന്റെ ബെഡ് റെസ്റ്റും കഴിഞ്ഞ് ഒരു 2 ആഴ്ചയും കൂടെ ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇത്രയും കാലം ചെയ്ത മാതിരി സ്ട്രിക്റ്റ് ബെഡ് റെസ്റ്റ് ഒന്നും വേണ്ട, ഒന്ന് നീച്ച് നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കാൻ പാടൂന്നും പറഞ്ഞു, വീഴാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഉമ്മർത്ത് വന്ന് വൈകുന്നേരം കാറ്റും കൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കലാണ് പണി. ആക്സിഡന്റ് ആവണതിൻ്റെ മുന്നേ ഞാനും കണ്ണനും കൂടെ നമ്മളുടെ ബോട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ട് കുറേ മണി പ്ലാന്റ് മേടിച്ചിരുന്നു. മണി പ്ലാന്റ് കൃഷി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട്. നല്ല രസമല്ലേ, നല്ല പച്ചപ്പും ഹരിതാറൊക്കെ വീട്ടിൽ തന്നെ വളർത്തിയ. അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് അതിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇതുണ്ടോ, ഇതുണ്ടോ, കുറച്ച് മതിലിമ്പിലും വെച്ചു. പിന്നെ അതാന്ന് തൂക്കിയിട്ടിരിക്കുന്നു. അത് നല്ലോണം വളർന്നു. അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. പക്ഷെ എന്ത് ചെയ്യാം, മണ്ണും മേടിച്ചു, 2 മൂട്ട മണ്ണും മേടിച്ചു കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാം, അപ്പോഴേക്കും നമ്മൾ ബെഡ് റെസ്റ്റിലായി പോയത് കൊണ്ട് എല്ലാതും അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഉമ്മർത്ത് മുഴുവനും ഞാൻ തൂക്കി ഇവിടെ ഒരു കാട് വളർത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാര്യം എന്താ അറിയോ, അപ്പോൾ നമ്മൾ റൂമിൽ തന്നെ ഇങ്ങനെ കിടക്കുമായിരുന്നല്ലോ. അങ്ങനെ ഇന്ന് വൈകുന്നേരമാണ് ഇപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുക, മീൻസ് ഉമ്മറത്തേക്കൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കൊരു നമ്മളിപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് നാട്ടിൽ പോയണ്ടാവില്ലേ, നമുക്കൊരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ അതേമാതിരിയാണ് ഇപ്പോൾ ഉമ്മറത്തേക്ക് വന്നപ്പോൾ ഫീൽ ചെയ്യണത്. നല്ല കാറ്റും പിന്നെ നമ്മുടെ സോഫിക്കുട്ടിയുടെ വികൃതിയും സഹിക്കാൻ വയ്യ. അപ്പം അതിനെ പിന്നെയും ടെറസിമേക്കാക്കി അവിടെ പോയി കിടക്കുന്നുണ്ട്. കാണിച്ചപ്പോൾ സോഫീനെ മോളിക്കാക്കിയതാ. ടോപ്പിക്കുട്ടി കണ്ടോ, കാരണവന്മാര് നടക്കണന്തി ഇതാ സ്റ്റിക്കും കൊണ്ട് നടക്കുകയാണ്. പക്ഷെ ഒക്കെ ഒരു പുതിയ സംഭവങ്ങളാണൊക്കെ. എന്തായാലും എല്ലാവരും എന്നോട് പറഞ്ഞു, അയ്യോ മുഖം കാണാൻ വയ്യല്ലോ. ഇപ്പൊ പാടൊക്കെ കുറെ പോയിട്ടോ, കയ്യമ്പലത്തെ പാടും പോയേ കാണിച്ചാ കുറെയൊക്കെ പോയി. ഇപ്പൊ ഈ ഇന്റേണൽ ഇഞ്ചുറി മാത്രമേ ഉള്ളൂ. ഒരു 10 സ്റ്റെപ്പ് നടക്കാം, അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കേണ്ടി വരും. അപ്പം എല്ലാവരും പറഞ്ഞു, അയ്യോ സ്വപ്നയുടെ മുഖമൊക്കെ എന്താ കാണാൻ വയ്യെന്നൊക്കെ. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. അപ്പോഴാണെങ്കിൽ മുഖം സ്റ്റിച്ച് ഊരി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഈ സമയത്ത് നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും. പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കണം, പാർക്കിൽ നടക്കാൻ പോകണം, അങ്ങനെ ആകെപ്പാടെ തിരക്ക് പിടിച്ച. ഇപ്പോൾ ഒരു തിരക്കും ഇല്ല. ഇപ്പോൾ നമ്മളുടെ മെയിൻ പരിപാടി ലാത്തുക, മുറ്റത്ത് ലാത്തുക, റോട്ടിൽ പോകുന്ന ആൾക്കാരുടെ എണ്ണം എടുക്കുക, പിന്നെ നമ്മളുടെ മണി പ്ലാന്റും പരിചരിച്ചും കൊണ്ടിരിക്കുക. എന്തായാലും അപ്പോൾ ഇതേമാതിരി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ട്. എല്ലാവരും ചാനൽ കാണണം. ഓക്കെ, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. എനിക്കിതൊന്നും പറയാൻ അറിയില്ല. നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എത്ര പറയുള്ളൂ. ബൈ.